പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയും 40 മുതൽ 43 വരെയും വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ ബലിയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ ലോകത്തിലേക്ക് വരാനിരുന്ന ക്രിസ്തു ആണോ എന്ന് ജനങ്ങളും അധികാരികളും സംശയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വേണ്ടത്ര അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഈശോ തന്നെയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അക്കാലത്തെ അധികാരികളുടെയും ജനങ്ങളുടെയും ദൗർഭാഗ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. ഈശോയെ എന്നും കണ്ടിട്ടും സ്വീകരിച്ചിട്ടും യഥാർത്ഥ ക്രിസ്തുവായി, രക്ഷകനായി ഞാൻ ഹൃദയത്തിൽ അംഗീകരിക്കുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതൊരു പതിവ് കാര്യം മാത്രമായിട്ടാണെങ്കിൽ നമ്മളും 2000 വർഷം മുമ്പുള്ള ആ ജനങ്ങളുടെയും അധികാരികളുടെയും ഒക്കെ കൂട്ടത്തിൽ കൂടി പോവുകയാണ്. ഈശോ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണല്ലോ: ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എനിക്കറിയാം. ഈശോയ്ക്ക് സ്വയമുള്ള ബോധ്യമാണത്. പിതാവിൽ നിന്ന് വന്ന പുത്രനാണെന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നയാളാണെന്ന് ഈശോയ്ക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എനിക്കറിയാം. സ്വന്തം ഐഡന്റിറ്റി, വ്യക്തിത്വം നന്നായി അറിയുന്ന ഈശോ ഞാൻ ആരാണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനാണ് ഈശോ ഇന്ന് ആ വാക്കുകൾ നമ്മളോട് പറയുന്നത്. നമ്മൾ ദൈവമക്കളാണെന്ന്, ഈശോയുടെ ശിഷ്യരാണെന്ന്, ഈശോയെ പോലെ ജീവിക്കേണ്ടവരാണെന്നും, എവിടെ നിന്ന് വന്നു, ദൈവത്തിൽ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ദൈവത്തിലേക്ക് പോകുന്നു, ആ ഒരു ബോധ്യം നമുക്ക് ഉള്ളിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ കൂടി ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ സംസാരവും പെരുമാറ്റവും ചിന്തകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ മനുഷ്യകുലത്തിൻ്റെ നന്മയുള്ള അംശങ്ങളെ മറന്ന് ഒരുപക്ഷെ മൃഗങ്ങളെ പോലെ, ചിലപ്പോൾ അതിലും താഴെ വളരെ മോശമായ സംസാരമോ പെരുമാറ്റമോ ഒക്കെ നമ്മളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഈശോ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയാം, ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നു എന്ന് ഈശോയെ പോലെ നമുക്ക് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത് അന്ത്യ ദിനങ്ങളിലേക്ക് നമ്മളെ ഒരുങ്ങാൻ ഏറെ സഹായിക്കുന്ന ഒരു ചിന്തയാണ് ഈശോ പറഞ്ഞ ഈ വാക്യം. നമ്മൾ ആരാണെന്നും എവിടേക്ക് പോകാനുള്ളവരാണെന്നുമുള്ള ഓർമ്മയാണ് നമ്മളെ ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ യഥാർത്ഥ രാജ്യം അങ്ങയോടൊപ്പം സ്വർഗത്തിലാണെന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങയോട് ചേരേണ്ടവരാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരാണെന്നുമുള്ള ബോധ്യവും ഉറപ്പും ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകുകയും ആ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.